ഇന്നെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഉലുവക്കഞ്ഞി. ഉലുവക്കഞ്ഞി. ഉലുവ രാത്രി വെള്ളത്തിലിടും, കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് രണ്ടാം പാലിൽ വേവിക്കും. ഓക്കെ. തേങ്ങാപ്പാലില്. അത് കഴിഞ്ഞിട്ട് നവരരിയും അതേപോലെ തന്നെ വെവ്വേറെ വേവിക്കും, രണ്ടാം പാലിൽ തന്നെ. രണ്ടും രണ്ട് വേവാണ്, ഒന്നിച്ചിട്ടാൽ അത് വേവില്ല. നല്ലപോലെ വെന്ത് പേസ്റ്റ് പോലെ ആകണം. എന്നിട്ട് തലപ്പാൽ ഒഴിച്ച് വാങ്ങി ശർക്കര നീര് ചേർത്ത് 1 സ്പൂണ് നെയ്യും ചേർക്കും. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വേറെ വേവിക്കാൻ പോകുന്നത് ഞവരരിയാണ് ഈ കാണുന്നത്. ഇതാണ് ഞവരരി. ആയുർവേദത്തിൽ കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അത്രക്ക് അറിവില്ല. പണ്ടുള്ളവർക്ക് അത് അറിയുള്ളൂ. ആയുർവേദത്തിൽ കിട്ടുന്ന ഞവരരിയാണത്. അപ്പൊ ഞാനത് രണ്ടാം പാലിൽ വേവിക്കാൻ പോവാണ്. ഓക്കെ. ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? മറ്റേ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കും. ഞവരരി അതിൽ ഒരുപാട് പച്ചമരുന്നുകളുണ്ട്. അത് വെക്കുമ്പോ ഞാൻ പറയാം. ഓക്കെ. പിന്നെ രണ്ടാം പാലിലാണ് വെക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഉലുവക്കഞ്ഞി ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? പ്രസവിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ 3, 5, 7 ദിവസങ്ങളിൽ എല്ലാ വീട്ടിലും കഴിക്കുന്നതാണ് നാട്ടുപ്രദേശത്ത്. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചി എറണാകുളത്ത് അത് അധികം അങ്ങനെ കഴിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ കഴിക്കും. ഞാൻ എല്ലാ വർഷവും കർക്കിടകത്തിൽ കഞ്ഞി വെക്കും. കിട്ടാവുന്ന മരുന്നുകളെല്ലാം പറിച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് ചാറിൽ ആണ് നമ്മളിത് പാകപ്പെടുത്തുന്നത്. അതിൽ കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട്. അത് ഇപ്പൊ പറയാനായിട്ട് ഇത്തിരി സമയമില്ല. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് ആക്ച്വലി പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതായത് ഈ കഞ്ഞി കുടിച്ചാല് നല്ലോണം പാലുണ്ടാവും, നല്ല ക്വാണ്ടിറ്റി പാലുണ്ടാവും. അപ്പൊ പാലില്ലാത്ത അമ്മമാർക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചാല് ഇത് നല്ല ടേസ്റ്റിയുമാണ്, വാവയ്ക്ക് പാലും കിട്ടും നന്നായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഉലുവ എപ്പോഴും നല്ലതാണ്. ഉലുവ. അപ്പൊ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഴിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. അതായത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. ജീരക വെള്ളം, പിന്നെ ഈ ഞവര, പിന്നെ ഉലുവ ഭയങ്കര നല്ലതാണ്. ഉലുവയിട്ട വെള്ളവും ഉലുവയിട്ട കഞ്ഞിയും ഒക്കെ കുടിക്കുന്നത് പാലുണ്ടാവാൻ വളരെ നല്ലതാണ്. സോ ഉലുവ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 8 വിസില് ഉലുവയ്ക്ക്. അതേപോലെ തന്നെ അരിക്കും വേണം. അരിയും വേവുള്ളത് തന്നെയാണ്. അരിക്ക് എത്ര വിസില്? അത് 8 10 ആകാം. ഞവരരി ആയതുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ കുക്കറില് ഞവര അരി 1-ാം പാലില് 2-ാം പാലില് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേവട്ടെ. അപ്പൊ നമ്മുടെ ഉലുവക്കഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ തലപ്പാൽ ഒഴിച്ച് ഇറക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കുക്കറിൽ 100 ഗ്രാം ശർക്കര നീരാക്കിയത് ഈ കുക്കറിൽ വെന്ത ഞവരയും പിന്നെ ഉലുവയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചേക്കാണ്. ഇതിനകത്തേക്ക് നമ്മൾ 1-ാം പാല് ചേർക്കാൻ പോവാണ്. നമ്മൾ 1-ാം പാല് ചേർക്കണേ. ഓക്കെ. കുടിക്കുന്ന പരുവത്തിലായിരിക്കണം. അപ്പൊ ഇത് കുടിക്കാൻ പരുവത്തിനായിരിക്കണം, അല്ലാണ്ട് കോരി കഴിക്കുന്ന രീതിയിലല്ല. ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പരുവത്തിലായിരിക്കണം. അപ്പൊ അത്രയും വെള്ളം ഉണ്ടായിരിക്കണം. തേങ്ങാപ്പാല് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് തീരെ പച്ചവെള്ളം ചേർത്തിട്ടില്ല, തേങ്ങാപ്പാല് മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മള് ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തിളക്കാറാകുമ്പോ വാങ്ങി വെക്കും. നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോ നമ്മുടെ നെയ്യ് നമ്മൾ ഒഴിക്കും. എത്ര സ്പൂൺ നെയ്യ് ഒഴിക്കും? 1 വലിയ ടീസ്പൂൺ. 1 വലിയ ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. അപ്പൊ അതോടെ നമ്മുടെ ഉലുവ കഞ്ഞി റെഡിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ. 150 ഗ്രാം ഉലുവയും അരിയും കൂടെ രണ്ടും കൂടെ 150 ഗ്രാം. അതായത് ശർക്കര. ഓക്കെ. അതായത് 150 ഗ്രാം ഉലുവയും 150 ഗ്രാം ഞവരരിയും ഉലുവയും കൂടി ചേർന്ന് രണ്ടും കൂടെ മൊത്തം 150 ഗ്രാം. 100 ഗ്രാം ശർക്കര, 1 മുറി തേങ്ങാപ്പാൽ, 1.5 മുറി തേങ്ങാപ്പാൽ, 1 വലിയ ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. വാങ്ങി വെക്കുന്ന ഇത്രയാണ് അപ്പൊ ഇൻഗ്രീഡിയൻസ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ ചൂടോടെ ഉപയോഗിക്കാം. ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കുറഞ്ഞതായിട്ട് തോന്നും. പിന്നെ തേങ്ങാപ്പാലിന്റെ രുചി മുന്നിലായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. അതെ.
കട്ടി തേങ്ങാപ്പാലായിരിക്കണം. വാങ്ങുന്നതിന് മുന്നേ ഒഴിച്ച് അത് തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക. തിളയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. എന്റെ അറിവ് ഇപ്പൊ അങ്ങനെയാണ്, തിളയ്ക്കരുതെന്നാണ്. തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു അല്ലെ? തേങ്ങാപ്പാല് പിരിവരാന്നാകുന്നാണ്. പിരിഞ്ഞെങ്ങനെ ഒരുമാതിരി പൊങ്ങിക്കിടക്കുന്ന പറയുന്നത്. അപ്പൊ അത് തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യാതെ. ഇതാണ് പരുവം. ഇപ്പൊ ചെറിയ ബബിൾസ് വന്നപ്പോ തന്നെ നമ്മള് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് നമ്മൾ ഇതിനകത്തേക്ക്. ഇത്രയും നെയ്യ് ഒഴിക്കുന്നുണ്ട്. തവിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ കഴിക്കുക. ചൂടോടെ ഉപയോഗിക്കുക. ഓക്കെ, ചൂടോടെ ഇത് കുടിക്കുക. ഇതെല്ലാവരും ചെയ്ത് കഴിച്ചു നോക്കുക. അതെ, എന്നിട്ട് എല്ലാരും കമന്റ് ചെയ്യുക.